ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾക്ക് പലർക്കും ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും മിണ്ടാതിരുന്ന് പ്രതികരിക്കുക എന്നൊക്കെയുള്ള ഒരു രീതിയാണത് മിക്കവരും ചെയ്യുന്ന. ഇപ്പോഴല്ല കേട്ടോ, പണ്ട് മുതലേ പലരും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഇത് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അറിഞ്ഞോ അറിയാതെയോ ആണ് നമ്മളത് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇതിന്റെ അപകടം എന്ന് പറയുന്നത് കുറച്ചധികമാണ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് ഇപ്പൊ എന്ത് മിസ്റ്റേക്കാന്നുള്ളത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം ആൾക്ക് വരികയാണ് ചെയ്യുന്നത്. കാരണം ആൾക്ക് അറിയില്ല, മേ ബി ആൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള തീരെ വളരെ സീരിയസ് ആയി എടുക്കാത്തൊരു കാര്യമായിരിക്കാം. പക്ഷെ നമ്മളത് ഭയങ്കര സീരിയസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ മുഖം വിപ്പിച്ച് ചട്ടി പോലെ ആക്കിയിട്ട് വെക്കുന്നുണ്ടാവും. ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ടാവുക ഈ ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ, ഇവർക്കിടയിലൊക്കെയാണ്. ഇപ്പൊ പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ അങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ ഭർത്താവൊക്കെ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ ദേഷ്യം കാണിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ പുറകിലെ കാരണം എന്താണെന്നുള്ളത് രാവിലെ പോയിട്ടുള്ള ഭർത്താവ് ചിന്തിച്ചിട്ടുണ്ടാവില്ല. വന്നു കഴിയുമ്പോഴാണ് അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കേണ്ടത്, രാവിലെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോ എന്തായിരിക്കും എന്നുള്ളത് ആള് ചിന്തിക്കുക. പക്ഷെ ആൾക്ക് പിടികിട്ടണമെന്നില്ല. ഇങ്ങനെ ഒട്ടുമിക്ക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും കാണാറുണ്ട്. അത് കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പ്രശ്നം കാണാറുണ്ട്. അതായത് പറയാറുണ്ട് മിക്കവരും എന്താ കാര്യം പോലും അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖം വിറിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒന്നും മിണ്ടില്ല, ചോദിച്ചതിന് മറുപടി ഇല്ല എന്നുള്ളത്. നമ്മൾ പലരും വിചാരിക്കാറുണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വളരെ ഈസി ആയിട്ട് കാര്യം മനസ്സിലാക്കും, അവരത് തിരുത്തും എന്നുള്ളത്. പക്ഷെ ശുദ്ധ മണ്ടത്തരമാണ്, തെറ്റായ ഒരു ധാരണയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മളിങ്ങനെ എന്താണ് കാരണം എന്ന് പറയാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ആൾ ഇതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുള്ളത് ചിന്തിച്ചെടുക്കില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ഫീൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഹേർട്ട് ചെയ്തത് എന്ന കാര്യം ഓപ്പൺ ആയിട്ട് പറയാ എന്നുള്ളതാണ്. അപ്പൊ സൈലന്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആകെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരെ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനസിക അകലം കൂടുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റിരിക്കുന്ന ആളൊന്ന് ചിന്തിക്കും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ നമ്മൾ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞു വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചിട്ടോ, ചിലരിങ്ങനെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ മുഖം വിറിപ്പിച്ച് മിണ്ടാതിരിക്കും. അടുത്ത പ്രശ്നം വരുമ്പോൾ അപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. ഈ ഇവർക്കിടയിൽ ഒരു മിണ്ടുക എന്നുള്ള ഒരു സംഭവം ചിലപ്പോൾ ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ 2 ദിവസം മിണ്ടാതിരിക്കും, 3-ാം ദിവസം മിണ്ടും, 4-ാം ദിവസം പിന്നെയും തെറ്റും. ഈ രീതിയിലായിരിക്കും പോകണ്ടാവുക. അപ്പൊ ഇവർക്കിടയിൽ ഒരു മാനസിക അടുപ്പം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും അടുപ്പം കൂടുന്നത് എങ്ങനെയാണെന്ന് അറിയോ? പരസ്പരം സംസാരിക്കുമ്പോഴാണ്. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഏതൊരു റിലേഷൻഷിപ്പിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരാളുമായിട്ട് എങ്ങനെ നടക്കും ഒന്ന് ആലോചിച്ച് നോക്കും. നടക്കില്ല. അപ്പൊ അവിടെ സ്നേഹം ഉണ്ടാവില്ല. മാനസിക അടുപ്പം കുറഞ്ഞു വരും എന്നുള്ളത് ഏറ്റവും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് അതിന് കാരണമാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധം വേണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ, അതായത് ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണം എന്ന ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എടുക്കണ്ട. പലരും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ. ഇപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അതിന്റെ പേര് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും മനസ്സിലാക്കിയിട്ടല്ല പലരും മിണ്ടാതിരിക്കുന്നത്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുക. ഇതിപ്പോ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതിൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഈ കാര്യം ചെയ്യുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യാതിരിക്കാം. മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്കിടയിലുള്ള മാനസിക അടുപ്പം കുറയ്ക്കാനായിട്ട് ഇത് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഒരു മാനസിക ശിക്ഷ പോലെ ആയിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ്. അത് പണിഷ്മെന്റ് പോലെ ആയിട്ട് മാറാറുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരാളെന്നല്ല, നമ്മള് ആരുമായിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്, മേ ബി നിങ്ങളുടെ പാർട്ണറായിട്ടായിരിക്കാം. അപ്പൊ അവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ദേഷ്യം കാണിച്ച് മിണ്ടാതേക്ക് ഇരിക്കുന്ന സമയത്ത് അവർക്കിതൊരു പണിഷ്മെന്റ് പോലെ ആയി മാറും. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അറിഞ്ഞുകൊണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ അവർക്കതൊരു മാനസിക വേദനയായിട്ടാണ് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. മാത്രമല്ല നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്കത് കൂടുതൽ വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടാവുക. നിങ്ങളായിരിക്കും ചിലപ്പോൾ അവരുടെ ലോകം എന്ന് പറയുന്നത്.
നിങ്ങളോടായിരിക്കും അവരുടെ സ്നേഹം ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളോടായിരിക്കും. പക്ഷെ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അതൊരുതരം കൺട്രോൾ ചെയ്യലാണ്. അതായത് അവരെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ്. അവരത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ്. അത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നല്ല, കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. പിന്നെ ഇത് പോകെ ഒരു അബ്യൂസ് ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യരുത്, ബിക്കോസ് അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മാനസിക ശിക്ഷയായി കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ശരിയാണെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും ശരിയല്ല, നമ്മൾ ആരോടും ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല, അവർ വേദനിക്കുന്നത് നമുക്ക് സഹിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെയുള്ള അത്രയും സ്നേഹമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഇത് അവർക്ക് വേദന മാത്രമേ നൽകുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുക ഈ ഒരു പ്രോബ്ലം ഇതിലൂടെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇവിടെ വെച്ച് തീരും എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം അവിടെ പരിഹരിക്കില്ല. കാരണം നമ്മൾ ആ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാലാണ് എന്താ പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുക. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യാൻ മിണ്ടാതിരിക്കുകയാണ്, ഇതാണ് കാര്യം എന്നുള്ളത് പറയാണ്ട് തന്നെ നമ്മൾ മിണ്ടാതിരിക്കും. അപ്പൊ ആൾക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് പിന്നെ നമ്മളൊരു ദിവസം പറയാണ് ഇതെനിക്ക് കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സോ അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ ആ ദേഷ്യം വാശിയിലൊക്കെ ആയിരിക്കും ഇത്ര നിന്നിട്ടുണ്ടാവുക നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ. അപ്പൊ അവർക്ക് കുറച്ചുകൂടി അത് കൂടും എന്നല്ലാതെ കുറയാനുള്ള സാധ്യതയില്ല, വീണ്ടും അവരത് ചെയ്യും. അപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഇവിടെ. ഇനിയിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള വിശ്വാസം ഇഷ്ടമൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അവരെ തിരുത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, തുറന്നു പറയുക എന്നുള്ളതാണ്. ഈ സൈലന്റ് ട്രീറ്റ്മെന്റിലൂടെ ഒരിക്കലും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല, ഇതിലൂടെ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ പ്രശ്നം കൂടിക്കൂടി വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വലിയൊരു പ്രോബ്ലമായി മാറി പിന്നീട് വലിയൊരു ബോംബായിട്ടൊക്കെ അത് മാറും, പൊട്ടിത്തെറിക്കും. അതിനേക്കാൾ നല്ലത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് പകരം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തുറന്നു പറയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം. അതായത് എനിക്ക് ഈ സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവരോട് തുറന്നു പറയാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയാം നിങ്ങൾക്ക്, അതായത് ഞാനിപ്പോ കുറച്ച് ഓക്കെ അല്ല, എനിക്ക് കുറച്ച് ടൈം വേണം, ഇപ്പൊ എന്നോട് സംസാരിക്കാൻ വരരുത്, എനിക്ക് കുറച്ച് ടൈം വേണം എന്നുള്ളത് അവരോട് പറയാം. ഇനിയിപ്പോ അവർ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറന്നു പറയാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ള രീതിയിൽ, ഇങ്ങനെ ചെയ്യരുതായിരുന്നു, അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമൊക്കെ ഫീൽ ചെയ്തു, നമ്മൾ നല്ല ദേഷ്യം വന്നു, ഈ കാര്യമൊക്കെ തുറന്നു പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കും, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതല്ലാത്ത പക്ഷം അവരതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, ദേഷ്യം കുറച്ചുകൂടി കൂടി വരിക ചെയ്യാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. സൈലന്റ് ട്രീറ്റ്മെന്റ് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാനാണെങ്കിൽ ബന്ധം വളരെയധികം നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാൻ രണ്ടാമത് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സൈലന്റ് ട്രീറ്റ്മെന്റ് ഇവിടെ വെച്ച് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കധികം വൈകാതെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.